ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാങ്ങാണ്ടി മുറ്റാത്ത ചെറുതരം ഇളം മാങ്ങ ഉണ്ടല്ലേ, ആ മാങ്ങാണ് അച്ചാറിടാൻ സൂപ്പർ. ഞാൻ പുതിയൊരു രീതിയിലാണ് അച്ചാറിടുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. സൂപ്പറാണ് അച്ചാർ. നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. ഒരുപാട് കട്ടിയിൽ മാങ്ങ അരിയരുത്. കട്ടി കുറച്ച് മാങ്ങ അരിഞ്ഞ് അതിൽ 1 ടീസ്പൂൺ സാധാ നമ്മൾ പൊടിക്കുന്ന സാധാ പാണ്ടിമുളക് മധുരമുളകല്ലേ അത് 1.5 ടീസ്പൂൺ ഇട്ട്, 1/2 സ്പൂണ് വിനാഗിരി ഒഴിച്ച്, 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട്, 1/4 സ്പൂണ് കായപ്പൊടി ഇട്ട്, കല്ലുപ്പാണ് ഇടേണ്ടത്. കല്ലുപ്പ് ആവശ്യത്തിനിട്ടിട്ട് നല്ലതുപോലെ കുഴച്ച് കാറ്റൊന്നും കയറാത്ത നല്ല ചില്ല് കുപ്പിയിൽ അടച്ച് വയ്ക്കണം. 1 ദിവസം വയ്ക്കണം. ഇന്ന് രാവിലെ ആക്കി വെച്ചാൽ നാളെ രാവിലെ എടുത്ത് അതപ്പോഴും വെള്ളം വന്ന് നിൽക്കും. അതോടെ ആ വെള്ളത്തോടെ ചാറോടെ പാത്രത്തിലൊഴിച്ച്, കൂടുതൽ നല്ലത് സ്റ്റീൽ പാത്രമാണ്. അലുമിനിയം പാത്രത്തിൽ പുള്ളി വീഴും. എടുത്ത് വെയിലത്ത് വെച്ച് ഒരു 3 ദിവസം കുഴമ്പ് പരുവത്തിൽ ഉണക്കിയെടുക്കണം. മാങ്ങ ഉണങ്ങിപ്പോവരുത്. എടുത്ത് വൈകുന്നേരം അകത്ത് അടച്ച് വെച്ച് പിറ്റേന്നും അതുപോലെ വെച്ച് 3 ദിവസം അങ്ങനെ കുഴമ്പ് പരുവത്തിൽ ഉണക്കിയെടുത്തിട്ട് നമ്മൾ സാധാ മാങ്ങ അച്ചാറിടുന്നത് പോലെ നല്ലെണ്ണയാണ് എടുക്കുന്ന. ശകലം കട്ടക്കായം, 1 ഇഞ്ച് ഓളം വലിപ്പത്തിലും കട്ടിയിലും 1 കഷ്ണം ഇഞ്ചി, ഒരു 10 കഷ്ണം വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലും വലിപ്പത്തിലും ഇച്ചിരി ശർക്കര, ഇതെല്ലാം എടുത്തിട്ട് നല്ലെണ്ണയാണ് എടുക്കേണ്ടത്. നല്ലെണ്ണ ഒഴിച്ച് കടുക് ഇട്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട്, പച്ചമുളക് ഇട്ട്, കായം ആദ്യം ആ എണ്ണയിൽ കായം മൂപ്പിച്ചിഞ്ഞെടുത്ത് മാറ്റണം. അതിനെയും പൊടിച്ച് എല്ലാം ഇട്ടിട്ട് എന്തോ ചെയ്യണം, 1/2 ഗ്ലാസ് പച്ചവെള്ളം. അത് ഒരിക്കലും പൂക്കത്തില്ല, അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട. 1/2 ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് ഇതിലൊഴിച്ച് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് ഈ ശർക്കരയുണ്ടല്ലേ, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഈ വെള്ളത്തിൽ ചേർക്കണം. തിളപ്പിച്ചിട്ട് ശർക്കരയുണ്ടല്ലേ, ഒന്നീ അരിഞ്ഞ് അതിൽ കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ ഇച്ചിരി ശകലം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇതാക്കിയിട്ട് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് അരിച്ചെടുത്തിട്ട് അതിനെ ഒഴിച്ച് തിളപ്പിച്ചിട്ട് നല്ലപോലെ വെട്ടി തിളയ്ക്കണം. തിളപ്പിച്ചിട്ട് അങ്ങ് മാറ്റി വയ്ക്കണം. മാറ്റി വെച്ചിട്ട് ഈ അച്ചാർ ഉപയോഗിക്കുന്ന അതിൽ തന്നെ മാങ്ങ ആക്കി ഈ വെള്ളം അതിലോട്ട് ഒഴിച്ച് വെച്ച് ഉപയോഗിച്ചാൽ